നമ്മളിന്ന് നന്ദുചാൻ്റെ കൂടെ ഷൂട്ടിന് പോവാ. എന്തോ ഷൂട്ടാണെന്ന് എനിക്കറിയില്ല, എന്തോ ഫാമിലി ഷൂട്ടാന്ന് തോന്നുന്നു. ഓണമല്ലേ, അതുകൊണ്ട് ഓണം സ്പെഷ്യൽ ആയിരിക്കും. ആണോ? ആ, അപ്പം ഞാനും നന്ദുവിൻ്റെ ഒരു അസിസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല, അശ്വിൻ ചേട്ടനും ഉണ്ട്. പിന്നെ എവിടാന്ന് വെച്ചാൽ പന്തളത്താന്ന് പറഞ്ഞു. പന്തളത്താന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പന്തളം വരെ പോകണ്ടാടി, മറ്റേ പാറ്റൂര് മറ്റേ കരിങ്ങാലിപ്പുഞ്ച്. പക്ഷെ ഞാൻ എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കും. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു എന്തുവാ ചേട്ടന്മാരെ ഫോട്ടോ എടുക്കാൻ. അതിനാ തോന്നുന്നു ഇന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ. നീ വരുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ വരാൻ പറഞ്ഞാ. അതെ, പിന്നെ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ റെഡിയായി. ഇനി അശ്വിൻ ചേട്ടാ പറയണം. അവൻ അവിടെ 3:30 കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞു. ഇപ്പൊ 3 മണിയായി, ഇപ്പൊ ഇറങ്ങണം. അപ്പൊ ഞങ്ങളെല്ലാം റെഡിയായി, ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. ഇനി അശ്വിൻ ചേട്ടാ വന്നിട്ട് നമുക്കിനി പോകാം. ഓക്കെ. ചേട്ടൻ്റെ അസിസ്റ്റന്റ് വരാത്തോണ്ട് എനിക്കായിരുന്നു പണി. അസിസ്റ്റന്റ് അവൻ വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതാണ് ഷൂട്ടിന് പോകാനുള്ള പ്രശ്നം. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് നോക്കാം. ലോക്ക് മാറ്റിക്കേ. മണ്ണ് തേണ്ട്. അത് കഴിഞ്ഞ ദിവസം ഒരു ചെടി കൊണ്ടുവന്നത് അമ്മ വീട്ടിൽ പോയായിരുന്നു. ഞങ്ങൾ ചെടി കൊണ്ടുപോയി. ഇത് ഫുള്ള് മണ്ണാ. 3 മണിന്ന് പറഞ്ഞാൽ 3:30 വരുന്ന അസിസ്റ്റന്റ് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. ഇറങ്ങണം. എത്ര മണിക്കാണ് അതിനോട് ഞാൻ വരാൻ പറഞ്ഞത്? 4 മണിയോ? എടാ കള്ള, 3 മണി തന്നെടാ പറഞ്ഞേ. ഏടാ 3 മണി തന്നെടാ എന്നോട് പറഞ്ഞേ. ഇതുപോലെ കള്ളം പറയുന്നൊരു ചെറുക്കൻ ഈ പഞ്ചായത്തില്ല. കാറെടുത്ത് പിന്നെ അശ്വിൻ ചേട്ടൻ വന്ന്. അപ്പൊ നമുക്ക് പോവാം. ബാ കമോൺ. എടാ ഇത് എന്റെ പവർ ഗ്ലാസ് ആണ്. പിന്നെ സത്യം വേണം ചോദിച്ചു നോക്ക്. പവറാടാ. അവളെ 2 കണ്ണാടി കളഞ്ഞവള്. ഒരു കണ്ണാടി ബസ്സിനകത്തോണ്ട് ഞങ്ങൾ കളഞ്ഞു. പിന്നെ ഒരെണ്ണം ഇവിടെ വീട് പെയിന്റ് അടിയായപ്പോഴത്തേക്കിനും ഒരെണ്ണം കൊണ്ട് അങ്ങനെ കണ്ട് കളഞ്ഞു. എന്നിട്ട് ഇപ്പൊ പുതിയത് മേടിച്ചു. ഇനി അടുത്ത് മേടിച്ച് ഇനിയും ഇതില്ല. ഇനി അടുത്തതിന് ഈ ലാസ്റ്റ് കണ്ണാടിയത്. ഇനി ഇതുകൊണ്ട് കളഞ്ഞ 2 വർഷം കഴിഞ്ഞോളൂ കണ്ണാടി. കണ്ണിന്റെ പവർ കൂടും. കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ ഇവിടെ പോയപ്പോഴത്തേക്കിന് കണ്ണ് കാണിക്കാൻ പോയപ്പോഴത്തേന് അവര് പറഞ്ഞ് കഴിഞ്ഞ വട്ടത്തെ കല്ലുമൊക്കെ കാഴ്ച വെച്ചോണ്ട് കിടക്കണമെന്ന് പറഞ്ഞ. പക്ഷെ ഇപ്പൊ വെക്കത്തേ ഇല്ല. ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നോണ്ട് വെക്കത്തേ ഇല്ല. ഇവിടെ ഇപ്പൊ വെക്കും. മാസ് തന്നെ കേട്ടോ. എന്തൊക്കെ എന്റെ ആ കണ്ണ സെയിം ആണേലും ഉണ്ടല്ലോ ആ ഒരു എന്റെ 0.7 കണ്ടോ. എനിക്ക് 1 പോയിന്റ് ഉണ്ട്. പോയി കണ്ണില്ല. ഈ പിള്ളേരുടെ ഫോണിൽ കളിയാണ് ഏറ്റവും വലിയ പ്രശ്നം. എത്രാം ക്ലാസ്സിൽ കണ്ണാടി വെച്ച്? ഞാൻ 7ാം ക്ലാസ്സിൽ. ഞാൻ പഠിച്ച് അത്രയും പഠിച്ചിട്ട് അക്ഷരങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങോട്ട് വ്യക്തമായിട്ട്. ഞാൻ അത്രയും ലെജൻഡ് ആയതുകൊണ്ട്. ഫോണില്ലെന്ന് അന്ന് എനിക്ക് പുസ്തകങ്ങളായിരുന്നു. വായിച്ച് എന്നെ കണ്ണടിച്ചു. ഇൻട്രോ കേട്ടോ. മറ്റേ ഇത് സീനാകും കേട്ടോ. ചെറുക്കന്റെ ഇൻസ്റ്റൈഡി എന്തുവാ ഒന്ന് നോക്കിക്കേ. ഇങ്ങോട്ട് പ്രിയദർശിനി ഇങ്ങോട്ട് നോക്കിക്കേ. താങ്കൾ എന്തിനാണ് കണ്ണാടി വെച്ചേക്കുന്നത്? സ്റ്റൈലിനാണോ? അതാ ഫാഷനാണോ? എന്ത് നോക്കിയേ? ഫാഷൻ ഒന്ന് കാണിച്ചേ. ആണോ? ഭയങ്കരവാ. കുഴപ്പമില്ല. നോക്കിയാൻ പറ്റത്തുള്ളൂ. ഫോട്ടോ ഞാൻ എന്തിനാ വന്നത്? ഞാൻ ഇവിടെ എന്തിനോട്ട് അറിയാം. ഫോട്ടോ എടുത്തെടുത്തിട്ട് കൊടുക്കത്തില്ലല്ലോ.
ഫോട്ടോ ഒന്നും ഇല്ല. വ്ളോഗ് ചെയ്യും മര്യാദക്ക് വ്ളോഗ് ചെയ്താ ഫോട്ടോ എടുക്കും. സമയത്ത് വരുത്തൂല്ല വീട്ടിൽ. അയ്യോ ഞാൻ വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാ ഇറങ്ങി വരുന്നത്. ഒരു ലിപ്സ്റ്റിക് ഇടാൻ അണ്ണ ഒരു ലിപ്സ്റ്റിക് ഇടാൻ എത്ര നേരം എടുക്കാനോ? പറ ഞാൻ വന്ന് കഴിച്ചു കഴിഞ്ഞ് കുളിച്ച് കഴിച്ച് ഒരുങ്ങി ക്യാമറ എല്ലാം എടുത്ത് വെച്ച് ക്യാമറ എല്ലാം ബാഗിനകത്ത് എടുത്ത് വെച്ച് ഇവരോട് ഞാൻ ആ ബ്ലോഗിനകത്തൊരു ക്ലിപ്പ് കിട്ടാൻ വേണ്ടി ഇവരോട് ഞാൻ പറഞ്ഞു. അത് തന്നെ ഞാൻ 5-6 വട്ടം വിളിച്ചിട്ട് പറഞ്ഞു ബാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാ ഇവിടെ വന്ന് ആ കാറിനകത്ത് കൊണ്ട് വെച്ചത്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെയും ഒരുങ്ങാൻ പോയി. ഞാൻ നോക്കിയപ്പോ ഒരുങ്ങുന്നതിന് എവിടെ ഇരിക്കാറ്. അപ്പൊ ഒരു മനുഷ്യൻ എന്തായാലും ഒരുങ്ങുവാണെങ്കിൽ ആ ഒരു മിററിന്റെ അവിടെ നിന്നല്ലേ ഒരുങ്ങുന്നത്. അങ്ങനെ അറിയാം ഈ മിററിന്റെ അവിടെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. എന്നുവെച്ചാൽ വാനിറ്റിയുടെ അവിടെ എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഇതിന്റെ അകത്ത് മണ്ടയ്ക്ക് കയറി ഇരുന്ന് മറ്റേ കുത്തി ഇരുന്ന് എന്നിട്ട് അവളും ഒരുങ്ങുന്നതിനകത്ത് ഞാൻ പറയാം, ഒരു മോയ്സ്ചറൈസർ ഇടും, ഇപ്പൊ സൺസ്ക്രീൻ ഇടും, അല്ലെങ്കിൽ ഒരു കഴിവ് തന്നെ. അതൊക്കെ ഇടുന്നുണ്ട് നന്ദു. സൺസ്ക്രീൻ ഇടും, മോയ്സ്ചറൈസർ ഇടും, പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇട്ട്. ഇനി ഇന്ന് ഞാൻ ഈ ഒരു വാലിട്ട് ഇത്രേ ഉള്ളൂ. അതിനാ 2-3 മണിക്കൂർ എടുത്തത്. 1 മണിക്കൂർ എടുത്ത് 1 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുത്താട്ടോ എടുത്തതാണ്. ഞാൻ വന്ന് ഞങ്ങൾ 2:45 വിളിച്ചപ്പോ അശ്വിനെ വിളിച്ചതാ. എന്നിട്ട് വരുന്നത് 3. അതെ ഈ 2:45 വിളിച്ചപ്പോഴും ഒരുങ്ങാൻ നിൽക്കുവോള്. ഒരുങ്ങാൻ സമയം നോക്കിയ ടാലി ആയില്ലേ കറക്റ്റ്. അത് ശരിയായിട്ടും അതാ പറഞ്ഞേ കറക്റ്റ് ടാലി ആയില്ല. അപ്പം ഞാൻ അല്ലെങ്കിൽ പിള്ളാച്ചൻ കള്ളം പറയാന്ന് പറഞ്ഞേ. പിന്നെ അശ്വിന ലേറ്റ് ആയത്. അശ്വിന് ലേറ്റ് ആയി. 3 മണിക്ക് വരാൻ പറഞ്ഞ ആളുകളോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനും ഞാൻ വീട്ടിൽ ഞാൻ ഇറങ്ങുവാണ്. ഞാൻ വല്യോളങ്ങരന്ന് ഒരു മിനിമം ഒരു 10 മിനിറ്റ്. പക്ഷെ അവൻ എത്തിയത് അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂറോ? എനിക്കിപ്പോഴാണ് കാരണം 3:05 ആയപ്പോഴാണ് ഞാൻ വിളിച്ചത്. ഞാൻ എന്നിട്ട് ഇവരോട് പറഞ്ഞു എടാ നീ 5 മിനിറ്റ് ലേറ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്നോട് പറയാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് വല്യോളങ്ങര ജംഗ്ഷനിൽ നിൽക്കുവാന്ന്. ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന ആള് എത്താൻ ഇവിടുന്ന് 29 മിനിറ്റ് എടുത്ത്. എടാ ഇവിടെ 29 മിനിറ്റ് കൊണ്ട് നമ്മൾ പന്തളത്തെത്തിയല്ലോ അവിടെ ചെറുക്ക. ബൈക്ക് അത്ര സ്പീഡ് വരാൻ പറ്റത്തില്ല ബൈക്ക്. അതുകൊണ്ട് ബൈക്ക് നമുക്ക് എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാം 4 മണിക്കല്ലേ വരാൻ പറഞ്ഞത്. അണ്ണനോട് ടൈം പറഞ്ഞിരുന്നല്ലേ. എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു 2:30 അണ്ണൻ വിളിച്ചു പറഞ്ഞ 3 മണി. ഞാൻ കഴിക്കാൻ താമസം. ഞാനും 2:30 ആയപ്പോഴാണല്ലോ കഴിച്ചേ. ലോജിക്ക് അങ്ങോട്ട് കറക്റ്റ് ആകുന്നില്ലല്ലോ. പക്ഷെ അഞ്ചേരം വീട്ടിൽ ഇരിക്കുക അല്ലേ? വീട്ടിൽ ഇരിക്കുക. പക്ഷെ അശ്വിൻ അങ്ങോട്ട് ഇങ്ങനെ അപ്പൊ അയച്ച ടൈം എടുത്തല്ലേ. ഇപ്പൊ ലോജിക്ക് കറക്റ്റ്. ഭയങ്കര ബുദ്ധിയാ. എവിടെ നീ ബുദ്ധി കിട്ടിയെന്നാ? എന്തോന്ന് എന്നാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചോദിക്കണ്ടേ? അതിനോട് ഞാൻ കുറച്ച് ജനറൽ നോളജ് കിടന്നുള്ളത്. അതിനോട് കുറച്ച് ജനറൽ നോളജ്. അതിന് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. ഇത് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം പറയടി. 1900 ഇൻക്ലൂഡ് ആക്കിയല്ലോ. 1900 പറയണേ. സ്വാതന്ത്ര്യം കിട്ടിയത് ആരാക്കറിയുന്നില്ലേ? അശു പറയടാ സ്വാതന്ത്ര്യം അശു നീ ഫോണൊക്കെ മേടിച്ചോ. കാണിക്കണ്ട നേരെ നോക്കിയിരുന്ന് പറഞ്ഞാൽ മതി. സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1998. 1998 സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഏത് ദിവസാ? എടാ ഇത് എടാ പറയടാ. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. റിപ്പബ്ലിക് ഡേ എന്താ? എടി ഞാൻ എന്റെ അശ്വരം ചെയ്തൊക്കെയാണ് പ്രശ്നം. അതിന്റെ വർഷമാണ് റെഡി അറിയാത്തെ. വർഷം പറ. അശ്വിനെ ഇല്ല ആരുകുട്ടി പറ. ഇല്ല അശ്വിൻ ചോദിക്കും. ഞാൻ ചോദിക്കാം. വേണ്ട ഞങ്ങള് ചോദിക്കാം. എടി ഇത് ഗൂഗിളിൽ അങ്ങനെ സ്വന്തമായിട്ട് പറ. ചിൽഡ്രൻസ് ഡേ എന്നാ? നവംബർ 14.
ഓക്കെ നെക്സ്റ്റ് പറ. ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5. ഹാർഡായിട്ടുള്ള സിമ്പിൾ ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് നിനക്കറിയായിരുന്നോ? അറിയാം, അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കൂ. ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ തിരിച്ചു ചോദിച്ചാൽ എന്താ പറയും? ഹാർഡായിട്ട് ചോദിച്ചാൽ എനിക്ക് ബാക്കിയുള്ളൊന്നും ഉത്തരവ് അറിയത്തില്ല. പറയും മണ്ടനെ പോലെ ഇരിക്കാ ചോദിക്കും. മണ്ടനെ പോലെ ഇരിക്കുകയല്ല, രണ്ടും മണ്ടന്മാരാ. മണ്ടനെ കൊണ്ടിരിക്കുന്നത് ചോദിക്കും. അതുകൊണ്ട് ചോദിച്ചിട്ട് വെറുതെ എന്തിനാ പണി മേടിച്ചത്? ഞാൻ ചോദിക്കാം. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം, ഒരു കണക്ക് ചോദിക്കാം അതിനോട്. സിമ്പിളാ. 99 പ്ലസ് 1 പ്ലസ് 2 എത്ര? സിമ്പിൾ. 201. കഴിവുണ്ടല്ലേ നമുക്ക്. അടുത്ത ചോദ്യം ചോദിക്കാം. ഇത്ര സിമ്പിൾ. ആ, ഗാന്ധിജിയുടെ ഫുൾ നെയിം എന്തോ? ഗാന്ധിജിയുടെ ഫുൾ നെയിം? മഹാത്മാഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അതെനിക്കറിയായിരുന്നു. മഹാത്മാഗാന്ധിയോ? എന്റെ ഞാൻ സിമ്പിൾ ഒരു കാര്യം ചെയ്യാം. സിമ്പിൾ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ എന്തിനൊക്കെ ചോദിക്കുന്നേ? സിമ്പിൾ, ഇത് ഭയങ്കരമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞല്ലോ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. LDF-ന്റെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? അതറിയാം. ഞാൻ ഇവനോട് ചോദിക്കാം. എന്തുവാ ഇതിനോട് ചോദിക്കാം. നമ്മുടെ ആരോഗ്യമന്ത്രി ആരായിരുന്നു? മറ്റേ അത് നേരത്തെ കഴിഞ്ഞത്. എനിക്കറിയത്തില്ല. 5 വർഷമായിട്ട് മരിച്ചവരെ അറിയത്തില്ല എനിക്ക്. എനിക്കൊക്കെ അറിയത്തില്ലുണ്ട്. നമ്മളൊക്കെ ഇതൊക്കെ നോക്കുന്നത്. വീണ ജോർജ്. അവർക്കൊക്കെ മനസ്സിലാകത്തില്ലേ? പിള്ളേരായിട്ട് അങ്ങനെ മോഡേൺ പിള്ളേരായിരിക്കും അശ്വിന്റെ. അതുകൊണ്ടാ ഫോൺ തരാം. ഞാൻ നോക്കാം. സിഗ്മയാണോ? ഒരാളോട് മാത്രം സിഗ്മയല്ല. ഇതിനകത്ത് പല രഹസ്യങ്ങളും ഉണ്ട്. ഇല്ലേ, പറയാൻ പറ്റുമോ? ഒന്നുമില്ല. ഉറപ്പാണോ? പുതിയ ഫോൺ എടുത്തോടോ. മുടിയൊക്കെ കണ്ടോ? സ്റ്റൈലാ കണ്ടോ? ചെയ്യാൻ ഫ്രീക്ക. ഇതിനകത്ത് മുഖമില്ല കണ്ടോ? പക്ഷെ കൊള്ളാടേ. മുടി വെട്ടിയില്ലേ ഇയാള്? अरे भैया वस्कन होइए. എല്ലാവർക്കും ടാസ്ക് കളിക്കാം. എല്ലാവർക്കും ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം ഇങ്ങനെ ഇമോഷണല്, സങ്കടം അങ്ങനെ പറയണം. ഇയാൾ മുഖം കാണിക്കണ്ട. അഞ്ചേടെ സങ്കടത്തോടെ ചുമ്മാ ഇത് പറഞ്ഞേ. ഞാൻ പറഞ്ഞുതരാം. അങ്ങനല്ല. എടാ അത് നേരത്തില്ല. കാരണം 1, 2, 50 പേരെ കാണത്തില്ല. എയറിലാകത്തില്ല. നമുക്ക് തന്നെ പൈസ കൊടുത്ത് അതെ. ഇത് പക്ഷെ എങ്ങനെയാലും എന്തെങ്കിലും ക്ലിക്ക് ആകത്തില്ലേ? അപ്പോഴായിരിക്കും സൂപ്പർ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടു. കൊറേ നാളായപ്പോ സ്വന്തമായിട്ടിരുന്ന് കാണുമ്പോ അതെ. ഇതന്നെ എന്റെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പഴത്തെ ഫോട്ടോയും കാണുമ്പോ അതെ. ഫോട്ടോ ആയിരുന്നു ഫോട്ടോഗ്രാഫർ. ഞാൻ പണ്ട് നന്ദു എന്നിൽ നിന്നാണ് ഇത്ര വരെ ആയത്. ഇത് പറയാൻ പറ്റുമോ? ഇല്ല, എന്റെ സ്വന്തം അധ്വാനത്തിൽ ഇതാണ് ഞാനാണ് പുറകിൽ നിന്ന് കോഴ്സ് ചെയ്തത്. ഫോട്ടോഗ്രാഫർ പണ്ട് അനുവിനെ കൊണ്ട് ഷൂട്ടിനൊക്കെ പോകും കേട്ടോ. ഷൂട്ടിന് പോകുമ്പോഴത്തേക്കിനും രസമാ. ഞാൻ എന്നോട് കുഞ്ഞല്ലേ പണ്ട് മറ്റേ എല്ലാ ഓണത്തിനും ക്രിസ്മസ് വിഷുവിനൊക്കെ എന്റെ മോഡൽ അനുവാ.
കിടില മോഡലാ. നമ്മന്ന് വെച്ചാ വെറൈറ്റി പോസുകളൊക്കെ മുളക് കടിച്ച് പബ്ജി കളിക്കുന്ന ഫോട്ടോ. പക്ഷെ റീച്ച് കിട്ടും കേട്ടോ ആ ഫോട്ടോയൊക്കെ. ആ കൊറോണ സമയത്ത് ഇവിടെ പച്ചമുളക് അടിക്കുന്നതും മറ്റേ ബുക്ക് ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സിന്റെ കുറെ ഫോട്ടോഷൂട്ടൊക്കെ ഇടാത്ത. പക്ഷെ പബ്ജിയുടെ അതിന് പേജ് കിടപ്പുണ്ടായിരുന്നു പണ്ട്, കളഞ്ഞു തോന്നിയ. ശരിയില്ല, എനിക്ക് തോന്നുന്നു മറ്റേ ഓൺലൈൻ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്നതും പിന്നെ അതുപോലെ തന്നെ മറ്റേ പബ്ജി കളിക്കുന്നതും പക്ഷെ പബ്ജി കളിക്കുന്നതൊക്കെ റീച്ച് ആയിരുന്നു കേട്ടോ ഫോട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു അന്നെങ്ങാണ്ട് 2000-3000 ലൈക്ക് എങ്ങാണ്ട് അന്ന് കിട്ടിയായിരുന്നു. അന്ന് പിന്നെ ഭയങ്കര പഞ്ഞായിരുന്നു. ആ സമയത്ത് അങ്ങോട്ട് എനിക്കൊരു 10 ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നു. ആ സമയത്ത് എനിക്ക് 2000-3000 ലൈക്ക് കിട്ടിയ ഫോട്ടോയ്ക്ക്. ഇത് ഞാൻ കാരണമാണ് ഇത്ര വരെ എത്തി. ഇറങ്ങടി എന്റെ കുടുംബത്തും. അതെ, ഇത് കൊറേ ആമ്പിള്ളേര് ഇങ്ങോട്ടൊക്കെ നോക്കുന്നു, ഇങ്ങോട്ട് നോക്കി ആരെ എന്നെ. അവര് നോക്കുമ്പോ കൊച്ചു അയ്യേ ഫോട്ടോ എടുക്കാൻ പോവല്ലേ. ഇവിടെ ഫുള്ള് കപ്പിൾസ് ആടേ. അല്ല, അത് ഭാര്യ ഭർത്താവ്. കുടുംബശ്രീ ആട്ടോ ഇവിടെ മറ്റേ കാണാനൊക്കെ ഒരു ഇതൊക്കെ ഉള്ളു. കാണാനൊക്കെ മറ്റേ എന്തോ ചെന്ന 2Kയുടെ അല്ല, ജെൻസി അല്ല, 2010 അല്ല. ജെൻസി 2007. എന്നാ പോട്ടെ, ഒരു 2Kയുടെ ഇയാള് പിന്നെ 2K അല്ലയോ? അതെ, പക്ഷെ എനിക്ക് എങ്ങനെ പ്രശ്നമില്ലല്ലോ. അല്ല, ഞാൻ 2K അല്ല. എത്ര വയസ്സുണ്ട്? ഞാൻ 99. 99 ഏത് സൈഡിൽ കൂടെ നിനക്ക് 99? 99 ആണോ? 9 ആയിരിക്കും. ഇതൊരു വർത്താനാണ്. പയ്യനൊക്കെ പക്ഷെ ഇവിടെ നൈസ് ആട്ടോ. നമ്മൾ ലൊക്കേഷൻ എത്തിയിരിക്കുന്നു. അങ്ങോട്ട് നോക്കിയേ, പൂക്കിയൊന്ന് കാണിച്ചേ. തിരിയാടാ നീ, പൂക്കി അല്ലെങ്കിൽ തിരി പൂക്കിയല്ലോ. തിരി ബാടി വഴക്കിടാതെ വാ. കണ്ടോ, ഇതാണ് പൂക്കി, മനസ്സിലായോ? നിങ്ങളാണ് ചെയ്യുന്നത്. ഇല്ല, നിങ്ങളെ ക്യാമറമാൻ്റെ മണ്ണാണത്. നല്ല കട്ടയാ പോടേ. കട്ടയോ? ഇതെങ്ങനെയാ കട്ടയാതെ? നീ ഇങ്ങോട്ട് നോക്കടി, ഇതെങ്ങനെ കട്ടയാതെ? എന്തുകൊണ്ട് ചീപ്പ് വെച്ചേ വർക്കിന് വരുമോ? ചീപ്പ് പുറകെ വെച്ചേ. ഇതൊക്കെ എന്തിനാ കേസൊക്കെ? അതെനിക്ക് വേണം, ഇല്ലെങ്കിൽ നിങ്ങൾ പൊട്ടി നിങ്ങൾ വാങ്ങിച്ചോ. എന്തൊക്കെ കാണണം. വെള്ളച്ചാട്ടോ? ഒരു മര്യാദയൊക്കെ വേണ്ട, ഇങ്ങനെ തിരിഞ്ഞു നോക്കിട്ട് പറ. ആഗ്രഹം. അതെ, ചെളി ചള്ളേക്കൂടെ നിന്നെ നടത്തിക്കുന്നേ. അതെ, അപ്പുറത്ത് നല്ല വഴിയുണ്ടായിരുന്നു. അതെ, അങ്ങനെ ഞാൻ വെച്ച് ചെറുതായിട്ട് ഭയങ്കര ചവിട്ടില്ല. ഇവിടെ എല്ലാം ചാണം കേട്ടോ, വടിവാള് കേട്ടോ. അതിന് ഞാൻ ചവിട്ടിയത്. എടേ, അത് ഞാനിങ്ങനെ ഫോണിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ ചവിട്ടി എന്തോ ചെയ്യാനാ. എങ്ങനെയുണ്ടേ വെയിലൊക്കെ? പന്തളത്ത് വെള്ളച്ചാട്ടം അതങ്ങ് പോണം. ഇയാള് ചിരിച്ചേ, ഇയാളെന്തിനാണോ ചിരിച്ചേ ഇപ്പൊ? ഇത് മറ്റേ നിങ്ങളുടെ അല്ലേ, നന്ദു ഇത് വാങ്ങിക്കുന്നതല്ലേ? ഇത് നല്ലതാണോ? ഇതിനെത്ര? 1000? എന്തോ കാണിക്കുക, എന്തോ കാണിക്കുക. കൈ ഇതിപ്പോ കേറുന്നില്ല. ഇന്ന് ഫോട്ടോ എടുക്കാൻ ഫാഷനാട്ടോ. എങ്ങനെയാന്നറിയോ ഫാഷൻ? ഇങ്ങനെ എടുക്കുന്നത്
ഇതൊരു ചാപ്റ്റർ ഇനി മാസ്ക് ഒക്കെ ഇടാൻ പോവാ. ഇത് തലയിരിക്കുന്ന എന്തുവാ ഇത്? ബ്ലോ എടുക്കുമ്പോ മുഖം കാണാതിരിക്കാൻ വേണ്ടി അച്ഛൻ കൊണ്ടുവന്ന മാസ്ക്. കഴിവ് തന്നെ. ഞാൻ തേച്ചുതരാം. ഇപ്പൊ ആരാ മേക്കപ്പ് എന്ന് മനസ്സിലായില്ലേ നിങ്ങക്ക്? ഗ്ലോ നോക്കണം. ഒന്നുകൂടെ കണ്ട് സൺസ്ക്രീൻ തേക്കുന്നു. കണ്ടോണേ, കണ്ടോ സൺസ്ക്രീൻ തേക്കുന്നു. ആ സൺസ്ക്രീൻ കാണിച്ചേ എല്ലാവരും. അശ്വിന്റെ സൺസ്ക്രീൻ ആണ്. എല്ലാവരും ഇത് തേക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുകൊണ്ടാണ് അശ്വിൻ വെളുക്കുന്നത്. കുടുംബവും വെളുക്കുന്നുണ്ട്, അവരും വെളുക്കുന്നുണ്ട്. ഇയാളുടെ സൺസ്ക്രീൻ കുറച്ചും കൂടി വഷളാക്കുന്നുണ്ട്. പിന്നെന്തോ കപ്പിൾ ഫോട്ടോ എടുക്കാൻ ഇയാളൊന്ന് സെറ്റ് ആകുമോ ചുമ്മാതെ? സമയം കളയുവാട്ടോ. എടാ ചാർജ് ഇല്ല, ഞാൻ പറഞ്ഞേ ഇതിനകത്ത് ചാർജ് ഇല്ല ആദ്യം പറഞ്ഞ. ആ ഓക്കെ, അതിന് സീന് 3% ചാർജ് കേട്ടോ. 3% ചാർജ്. ഷൂട്ട് വളരെയധികം നല്ലൊരു ഷൂട്ടായിരുന്നു. നല്ല 2 ബേബീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. ഞാൻ നിന്റെ ഷൂട്ടിന്റെ എന്റെ ഷൂട്ട് കൊള്ളത്തില്ലായിരുന്നു. ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു. അശ്വിൻ കാരണമാണ് എന്റെ ഷൂട്ട് അങ്ങനെ ആയത്. സത്യത്തില് ഇന്നൊരു പോസും പറ്റുന്നില്ലായിരുന്നല്ലേ? അത് ഇയാൾക്ക് എനിക്കറിയില്ല. ഇയാളുടെ മറ്റേ സിഗ്നിഫിക്കന്റ് പോസ് ഉണ്ടോ? മറ്റേ പോസ് കാണിക്കും. ഇപ്പൊ കാണിക്കാൻ പറ്റില്ല, അവരെല്ലാം ആകുമ്പോഴേ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കാണിക്കും. നമ്മുടെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പാക്കപ്പ് ചെയ്ത് നമ്മൾ കാറിൽ കയറുന്നു. കമോൺ കമോൺ, വാ വാ വാ. ലോക്ക് ചമ്മി വാ. അപ്പൊ നമുക്ക് കാറിൽ കയറാം. കമോൺ കമോൺ. ഹലോ, കാറിൽ കയറി ഞം കഴിക്കാൻ വന്നു. നമ്മൾ ഞം കഴിക്കാൻ വന്നിരിക്കുന്നു. എത്ര 5000 രൂപ? ഹെൽത്തി സാലഡ് മതിയോ? ചമ്മിയില്ലേ? ചമ്മി അറിയില്ലേ? എന്തോ ഓർഡർ ചെയ്യുന്നേ? ന്യൂ ഉണ്ട്. ഇന്നത്തെ നല്ല ഭംഗിയില്ലേ? വളരെയധികം ലേറ്റ് ആണ് ഫുഡ് തരാൻ. വിശന്നിട്ട് കിളി വേറുള്ളൂ. സത്യത്തിൽ എനിക്ക് വിശക്കും. കാമുകിയായിട്ട് സംസാരിക്കും. അവനെ വിശ്വസിക്കാൻ പറ്റും. ആംബിയൻസ് നല്ല രസം കാണിച്ചു നമുക്ക് ഫുഡ് വന്നിട്ട് അതെല്ലാം കാണിക്കാം. ഓക്കെ, അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഫുഡ് എത്തിയിരിക്കുന്നു. നമുക്ക് ഇനിയും വരും. നമ്മൾ വെയിറ്റ് ചെയ്യാം. ടൈം കൊള്ളാം. നിങ്ങളെ വെച്ച് നോക്കിയേ. ഇത്രയുള്ളൂ. ഇനിയുണ്ട് വിശക്കുന്നത്. ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. കൊള്ളായിരുന്നു. ഓർബിറ്റ് വേണോ? കൊള്ളായിരുന്നു. അവരൊക്കെ നമ്മളെ നോക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കഴിച്ചെല്ലാം വന്ന് രാഷ്ട്രീയ ചേട്ടൻ ദേ പോകാൻ പോകുന്നു. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? കാണിക്കുന്നില്ല. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചു. ബൈ.